എയ്ഡ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവും ഇല്ലേ? 15 വർഷം മുമ്പുള്ള ഒരു സംഭവം പറയാം. ഞാനും എൻ്റെ വൈഫും സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു സുഹൃത്തിനൊപ്പം ജോഹന്നാസ്ബർഗിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് പാർക്കുകളിലൊന്നായ ക്രൂഗർ നാഷണൽ പാർക്ക് കാണാൻ പോകുമ്പോൾ ഒരിടത്ത് ആഹാരം കഴിക്കാൻ കയറി. എൻ്റെ സുഹൃത്ത് എന്നെ ആദ്യം അല്പം പേടിപ്പിച്ച, പിന്നീട് ഒരു റിയാലിറ്റിയായി ഞാനും സ്വീകരിച്ച ഒരു കാര്യം പറഞ്ഞു. ഇവിടെ നമുക്ക് ആഹാരം തരുന്ന പെൺകുട്ടികളിൽ 80% എയ്ഡ്സ് രോഗികളാണ്. മറ്റുള്ളവർ അത് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്നു. വേറെ ഓപ്ഷൻസ് ഇല്ല. നമുക്കും ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മളിൽ പലരും മനസ്സുകൊണ്ട് പറയുന്നത്, ചേട്ടാ എൻ്റെയും പ്രശ്നം എയ്ഡ്സ് ആണ്. എയ്ഡ്സ് ഉള്ളതിനാലാണ് ഞാൻ ഗതി പിടിക്കാത്തത്. എയ്ഡ്സ്, അക്വയർഡ് ഇൻകം ഡെഫിഷ്യൻസി സിൻഡ്രോം. ആവശ്യത്തിന് കാശില്ല. ഇന്ന് ഈ വീഡിയോ പറയും എയ്ഡ്സ് അല്ല നമ്മുടെ പ്രശ്നം. പേടിക്കണ്ട, ഇനിയും വൈകിയിട്ടില്ല. ഓട്ടോമാറ്റിക് ഇൻവെസ്റ്റർ. ഈ വീഡിയോ കാണുന്ന എൻ്റെ ഗുരുവും ഞാനും സുഹൃത്തുക്കൾ ഏറ്റവും കുറഞ്ഞത് എത്തിച്ചേരേണ്ടത് ഇവിടെയാണ്. ഓട്ടോമാറ്റിക് ഇൻവെസ്റ്റർ ലെവലിൽ എത്തുമ്പോൾ നമ്മളുടെ നിക്ഷേപത്തിൽ വിജയം ഉറപ്പാണ്. നമ്മൾ യഥാർത്ഥ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള പാതയിലാണ്. നിക്ഷേപത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം. പാസീവ് ഇൻവെസ്റ്ററിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ നിക്ഷേപ തീരുമാനങ്ങളിൽ സജീവമായി ഏർപ്പെടുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് നന്നായി അറിയാം. സാമ്പത്തിക ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ പ്രാപ്തരാക്കുന്ന ഒരു ലോങ് ടൈം പ്ലാൻ നമ്മൾ വ്യക്തമായി എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. സുഹൃത്തെ, അറിയുക, ഇത് വളരെ വ്യക്തമായ, വളരെ ലളിതമായ ഒരു പദ്ധതിയാണ്. നമ്മൾ സ്പെക്കുലേഷൻ, മാർജിൻ സെല്ലിംഗ്, ഓപ്ഷൻ സെല്ലിംഗ് തുടങ്ങിയ ഫാൻസി മാർഗങ്ങൾ ഒന്നും നോക്കില്ല. പളപളമിന്നുന്ന വണ്ടികളിലോ കൊട്ടാരം പോലെയുള്ള വീടുകളിലോ അന്തിച്ചർച്ചകളിലോ വരില്ല. നമ്മളാണ് ശരിക്കും പാസീവ് ഇൻവെസ്റ്റർ. നല്ല ഷെയറുകൾ അല്ലെങ്കിൽ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നു, സോളിഡ് നിക്ഷേപങ്ങൾ നടത്തുന്നു, ദീർഘകാലത്തേക്ക് അവ കൈവശം വയ്ക്കുന്നു. വാരൻ ബഫറ്റിനെ പോലെ, ടെമ്പിൾട്ടനെ പോലെ കോടികൾ ഉണ്ടാവും വരെ നമ്മളെ ആരും അറിയുക പോലുമില്ല. ട്രസ്റ്റ് മീ, നമുക്കും ഇത് വളരെ നന്നായി ചെയ്യാൻ കഴിയും. ആകെ വേണ്ടത് ഇനി പറയുന്ന 7 കറക്ഷൻസ് മാത്രം. സമ്പന്നരുടെ 7 പണരഹസ്യങ്ങൾ. ഫാസ്റ്റ് ട്രാക്ക് സ്റ്റെപ്പ് 1, പേയിങ് യുവേഴ്സെൽഫ് ഫസ്റ്റ്. ആദ്യം നമുക്ക് പണം നൽകുക, പിന്നീട് മതി മറ്റു ചെലവുകൾ. ഇത് കണ്ണടച്ചു ചെയ്യണം. സേവിങ്സ് ഫസ്റ്റ്, ദെൻ അതർ എക്സ്പെൻസസ്. ഈ വീഡിയോ കണ്ടവർ ഓർക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ കാണുക. റിവേഴ്സ് ബജറ്റിംഗ് നന്നായി ഉപയോഗിക്കുക. 1000 രൂപ മാസനിക്ഷേപം 15% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ വെറും 20 വർഷത്തിനുള്ളിൽ 15 ലക്ഷം രൂപയാവും. 30 വർഷം കൊണ്ട് 70 ലക്ഷം രൂപ. 8th wonder of the world. ഫാസ്റ്റ് ട്രാക്ക് സ്റ്റെപ്പ് 2, റീഇൻവെസ്റ്റിംഗ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ്. നമ്മുടെ നിക്ഷേപ വരുമാനം വീണ്ടും നിക്ഷേപിക്കുന്നു. നിക്ഷേപത്തിൽ നിന്നും കിട്ടുന്ന വരുമാനം എടുത്ത് പുട്ടടിക്കില്ല, ടൂർ പോവുകയുമില്ല. പകരം അത് ബോണസ് ആവട്ടെ, ഡിവിഡൻഡ് ആവട്ടെ, ഗ്രോത്ത് ആവട്ടെ, വീണ്ടും വീണ്ടും തിരികെ നിക്ഷേപിക്കും. നമ്മളെയാണ് ദ സൈക്കോളജി ഓഫ് മണി, സമ്പാദിക്കാൻ വേണ്ടി സമ്പാദിക്കുന്നവർ എന്ന് വിളിക്കുന്നത്. ഒരു സത്യം പറയട്ടെ, പല നിക്ഷേപകരും നല്ല പാതയിലാണ് തുടങ്ങുന്നത്. അവർ ഒരു ഓട്ടോമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കി നിക്ഷേപം തുടങ്ങുന്നു. അക്കൗണ്ട് വളരുന്നു, എല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നു. പെട്ടെന്ന് ഒരാവശ്യം, വരുമാനം മോഷ്ടിക്കുന്നു. അതോടെ എല്ലാം കുളമാവുന്നു. മര്യാദയ്ക്ക് ലെവൽ 2 ഫോളോ ചെയ്യുന്നവർക്ക് വേഗം റിട്ടയർ ചെയ്യാം, സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലാതെ. ഓർക്കുക, പണത്തെ അതിൻ്റെ വഴിക്ക് വിടുക, അതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം നിറവേറ്റാൻ. പണമുണ്ടാക്കട്ടെ. നമ്മളുടെ സാമ്പത്തിക ഭാവി നമ്മളായി മോഷ്ടിക്കരുത്. ഫാസ്റ്റ് ട്രാക്ക് സ്റ്റെപ്പ് 3, റിസീവിംഗ് ഓട്ടോമാറ്റിക് ഇൻവെസ്റ്റർ റേറ്റ്സ് ഓഫ് റിട്ടേൺ. മുതലിനോട് ചേരാൻ വിടുന്നു. കൂടുതലൊന്നും നോക്കേണ്ട. 10-30 കൊല്ലം നമ്മുടെ പൈസയെ വെറും 12 മുതൽ 15% വരെ
വളരാൻ വിട്ടാൽ പോലും ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ 8ാം ലോക അത്ഭുതം നടക്കും. അത് നടക്കട്ടെ എന്ന് തീരുമാനിക്കുക. 2000 രൂപ വെച്ച് എല്ലാ മാസവും മാറ്റി 15% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഒരു SIP തുടങ്ങൂ. 30 വർഷം കഴിയുമ്പോൾ 1.5 കോടി രൂപയുണ്ടാവും കുറഞ്ഞത്. ഒരു സന്തോഷ വാർത്ത പറയട്ടെ. ഗുരുവും ഞാനും വീഡിയോ കാണാൻ തുടങ്ങിയ ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ പലരുമുണ്ട്. വിഷമമില്ല എങ്കിൽ അവർ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്കും ഒരു ഊർജം കിട്ടട്ടെ. ഫാസ്റ്റ് ട്രാക്ക് സ്റ്റെപ്പ് 4, നോയിങ് വാട്ട് യുവർ മണി ഈസ് ഡൂയിങ്. എൻ്റെ പണം എവിടെയാണ്, അതെങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ഇടയ്ക്കിടെ നോക്കും. വേണമെങ്കിൽ മാറ്റി വേറെ പ്ലാനിലേക്ക് നിക്ഷേപിക്കും. പണം കൺമുമ്പിൽ വളരുന്നത് ക്ഷമയോടെ വാച്ച് ചെയ്യും. ഫാസ്റ്റ് ട്രാക്ക് സ്റ്റെപ്പ് 5, അഡോപ്റ്റിംഗ് ദ ഓട്ടോമാറ്റിക് മണി സിസ്റ്റം. പലർക്കും ബജറ്റ് എന്നത് ഒരു വൃത്തികെട്ട വാക്കാണ്. ചെലവ് നിരീക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ബജറ്റ്. നല്ല ഒരു ബജറ്റ് ഉണ്ടാക്കുക, സ്വയം നിയന്ത്രിക്കുക. എല്ലാ മാസവും ബാങ്കിൽ നിന്നും ഓട്ടോമാറ്റിക്കായി പൈസ പോകുന്നു എന്ന് ഉറപ്പുവരുത്തുക. മരം നടും, വെള്ളവും വളവും നൽകും, വളരാൻ സമയം കൊടുക്കും. മരം എന്നെ നിരാശനാക്കില്ല എന്ന് ബോധ്യത്തിൽ ഞാൻ ഉറങ്ങും. ഉണരും, പരിപാലിക്കും. നോ ടെൻഷൻ. മാർക്കറ്റ് മുകളിൽ പോയോ താഴെ പോയോ എന്നതൊന്നും എൻ്റെ ഉറക്കം കെടുത്തില്ല. എൻ്റെ പൈസ എല്ലാ മാസവും പോകും. അത് അതിൻ്റെ ജോലി ചെയ്യും. സ്റ്റെപ്പ് 6, ഫിനാൻഷ്യൽ കോമ്പറ്റൻസ്. ഞാൻ പുതിയ അറിവുകൾ തേടും, തിരുത്തും, മുന്നോട്ട് പോകും. നിൽക്കേണ്ടപ്പോൾ നിൽക്കും, വീണ്ടും മുന്നോട്ട് പോകും. ഫാസ്റ്റ് ട്രാക്ക് സ്റ്റെപ്പ് 7, ലിവിങ് ഡെറ്റ് ഫ്രീ. കടമെന്ന ശത്രുവിനെ കഴിയും നേരത്തെ ഒഴിവാക്കും. കടം കൂടാതെ ജീവിക്കും. ഇത് എൻ്റെ പ്രോമിസാണ്. എൻ്റെ കുടുംബത്തോടുള്ള, ഈശ്വരനോടുള്ള പ്രോമിസ്. ഒറ്റ വാചകത്തിൽ ക്ലോസ് ചെയ്യട്ടെ. ഡോണ്ട് ഗോ ഫോർവേഡ് ഇൻ ലൈഫ്, ഡു ഗ്രോ ഫോർവേഡ് ഇൻ ലൈഫ്. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. താങ്ക് യു വെരി മച്ച്.